സാർ നമസ്കാരം. നമസ്കാരം. സാർ, കുട്ടു എന്ന ഓമന പേരിൽ വിളിക്കുന്ന സൂരജ് കൃഷ്ണൻ എങ്ങനെയാണ് സാർ ശിവയോഗി ആയത്? ഇത് ഒരു അൺഫോർച്യുനേറ്റ്ലി സംഭവിച്ചതാണ്. ആക്ച്വലി നമുക്ക് പോലും അറിയത്തില്ലായിരുന്നു. അദ്ദേഹത്തിന് ആ ഒരു വൈഭവമുള്ള കാര്യം നമ്മളും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇത് നമ്മളൊരു ശ്രീനിവാസ പൈസാർ എന്നൊരു സാറുണ്ടായിരുന്നു. പുള്ളി നമ്മുടെ അബാക് മീഡിയയിലൊക്കെ എപ്പോഴും വരുന്നൊരു വ്യക്തിയാണ്. പുള്ളിയാണ് അദ്ദേഹത്തിന് ഈ പേര് നൽകിയത്. ഇത് നൽകിയാനുള്ള ഒരു സാഹചര്യം എന്ന് വെച്ചാൽ നമ്മുടെ അബാക് മീഡിയയിൽ ഒരു പ്രോഗ്രാം തൃശ്ശൂർ വെച്ച് നടന്ന സമയത്ത് അവിടെ വെച്ചാണ് ആക്ച്വലി ഈ ശിവയോഗീശ്വരൻ എന്താണെന്നും അദ്ദേഹത്തിൻ്റെ വൈഭവം എന്താണെന്നും ഈ ലോകം തന്നെ മനസ്സിലാക്കിയത്. അപ്പം അവിടെ ആ ഒരു സന്ദർഭത്തിൽ അവിടെ അതിൻ്റെ ആ ഒരു അബാക് മീഡിയയിലെ രോഹിത് എന്ന് പറഞ്ഞ പുള്ളി എന്നെ വിളിച്ച് ഞാനും പുള്ളിയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ശിവയോഗീശ്വരൻ ഇന്ന് നിങ്ങളുടെ ചടങ്ങിൽ വരുമെന്നും അവിടെ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു കസേര ഒരുക്കിയിരുന്നെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരത് ആദ്യം ചെയ്തില്ലായിരുന്നു. പിന്നെ അവസാന നിമിഷം ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ് അവിടെ നമ്മുടെ ഈ ശ്രീനിവാസ പൈസാർ ഒരു തേങ്ങ വെച്ച് നോക്കുകയും അവിടെ ഇദ്ദേഹത്തിന് പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലാവുകയും അതിനുശേഷം ശ്രീനിവാസ പൈസാർ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയും ഞാൻ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് പറയുകയും ഇദ്ദേഹം ഒരു തിരുവണ്ണാമല ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇൻഡ്യൂഷൻ കിട്ടിയാണ് ഇദ്ദേഹത്തിന് ശിവയോഗീശ്വരൻ എന്നൊരു പേര് ശ്രീനിവാസ പൈസാറാണ് നൽകിയത്. ആക്ച്വലി ശിവസ്വരൂപൻ എന്നാണ് സാറിൻ്റെ ശരീരത്തിൽ വന്ന് പ്രവർത്തിച്ചു തുടങ്ങിയത്? അത് സാറിന് പറയാൻ സാധിക്കുമോ? അല്ല, അത് ആക്ച്വലി ഇദ്ദേഹം പ്രവർത്തിച്ച് തുടങ്ങിയത് സത്യത്തിൽ ഇദ്ദേഹം പോകുന്നത് നമ്മൾ അറിയുന്നില്ല എപ്പോൾ പോകുന്നത്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ജോലി സ്ഥലത്ത് ഇപ്പോൾ ഇവളെന്നെ വിളിച്ചായിരുന്നു. ഒരു 12:50 ഇവളെന്നെ കോൾ ചെയ്യുന്നത്. ചേട്ടാ ഇങ്ങനെ കുട്ടി വീണ് കിടക്കുന്നു. അങ്ങനെ ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് ഇവിടെ വരികയും ഞാൻ വന്ന് കാണുന്ന ഇദ്ദേഹം മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹത്തിൻ്റെ ശരീരം ടോട്ടലി അനക്കമില്ലാതെ കിടക്കുന്ന ഒരു രംഗമാണ് ഞാൻ കാഷ്വാലിറ്റിയിൽ കാണുന്നത്. അപ്പോൾ ഞാൻ അറിയാമല്ലോ, ഒരു അച്ഛനൊരു മകൻ മരിച്ചു കണ്ടുവരുന്നൊരു സങ്കടവും ദുഃഖവും എന്തായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഞാൻ തളർന്ന് ഈ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇതേ സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രഞ്ജിത അറിഞ്ഞിട്ടില്ല, ഇദ്ദേഹം മരിച്ച കാര്യമൊന്നും രഞ്ജിത അറിഞ്ഞിട്ടില്ല. അവളെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു ഇൻഡ്യൂഷൻ വന്നത്, ഇദ്ദേഹത്തിൻ്റെ നമ്മൾ കത്തിക്കാൻ പാടില്ല, ഇദ്ദേഹത്തിനെ അടക്കണമെന്ന് പറഞ്ഞിട്ട്. അതാണ് എൻ്റെ ഫസ്റ്റ് ഇൻഡ്യൂഷൻ. പിന്നെ എന്നോട് പറഞ്ഞ അച്ഛൻ ഇനി കറുപ്പ് ഡ്രസ്സുകൾ മാത്രമേ ഇടാൻ പാടുള്ളൂ, പിന്നെ സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നുക ഞാനിങ്ങനെ വന്നിരിക്കുമ്പോൾ അതെല്ലാം ഞാൻ ഇപ്പോഴും ഇത് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് എൻ്റെ കൈ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്തു. ആദ്യം ഞാൻ ജോലി സ്ഥലത്തിരുന്നപ്പോൾ വൈബ്രേറ്റ് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ താടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ പോയപ്പോൾ അച്ഛനെ എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കാര്യം വൈഫിനോട് ഒന്ന് പറയുക. അപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു, ചേട്ടൻ്റെ തോന്നലുകളായിരിക്കും. പിന്നെ എനിക്ക് നിരന്തരം ഇദ്ദേഹം ഇങ്ങനെ ഓരോരോ ഇൻഡ്യൂഷൻസ് തന്നുകൊണ്ടിരുന്നു എല്ലാ കാര്യങ്ങളെപ്പറ്റി. അങ്ങനെ പറഞ്ഞ് ഇപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലാവുന്നത്. ഇപ്പോൾ ചുരുങ്ങിയ ഒരു 4 മാസത്തിനകം വെച്ചാണ് എനിക്ക് തന്നെ പൂർണ്ണമായിട്ടും ആ ഒരു ഇൻഡ്യൂഷൻസിനെ പറ്റി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയതും പല ആളുകൾക്കും എനിക്ക് ഇദ്ദേഹം ഇൻഡ്യൂഷൻ തന്ന പ്രകാരം പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു 4 മാസമേ ആയിട്ടുള്ള ആക്ച്വലി ഒറിജിനലായിട്ട് ഇദ്ദേഹം പവർഫുള്ളായിട്ട് എന്നിലേക്ക് വന്നു തുടങ്ങിയിട്ട്. ശിവസ്വരൂപൻ്റെ അമ്മയായ രഞ്ജിതയോടാണ് എൻ്റെ അടുത്ത ചോദ്യം. അമ്മയാണ് ഈ വീട്ടിൽ എപ്പോഴും ഉണ്ടാകാറുള്ളത്. അമ്മയ്ക്ക് എങ്ങനെയാണ് ഈ ശിവസ്വരൂപൻ്റെ സാന്നിധ്യം മനസ്സിലായത്? അത് 2-3 ദിവസം കഴിഞ്ഞപ്പം മകൻ എൻ്റെ ശരീരത്തിലൊരു വൈബ്രേഷൻ ഉണ്ടാകുകയും ഒരു കാറ്റായിട്ട് തോന്നുകയും ഒരു സുഗന്ധം വരുകയും ഒരു നല്ല ഭസ്മത്തിൻ്റെ ഗന്ധം പോലെ തോന്നുകയും ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ ലൈറ്റ് കത്താറുണ്ട് സ്ഥിരമായിട്ട്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കുന്നത് പോലെ അവൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന വെള്ളം എടുക്കുന്നത് പോലൊരു ഇതുണ്ട്, എനിക്ക് കാണാറുണ്ട്. പിന്നെ അവൻ പോകുന്നത് പോലെ ഒരു തോന്നൽ, ഒരു അമ്മയ്ക്ക് തോന്നുന്ന തോന്നൽ മാത്രം. എല്ലാ കാര്യത്തിലും മോൻ്റെ ഒരു സ്പർശം ഉണ്ടായിരുന്നു. അവൻ എന്നെ ഉള്ളിൽ സംസാരിക്കും പോലെ എനിക്ക് തോന്നാറുണ്ട്. എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് തരുന്ന പോലെ തോന്നുന്നുണ്ട്. മനസ്സിന്റെ ഉള്ളിൽ ഒരു തോന്നൽ മാത്രം. അല്ലാതെ മകനെ ഞാൻ കണ്ടിട്ടും അങ്ങനെയൊന്നും എനിക്കില്ല. പക്ഷെ തോന്നലുണ്ട്. ഇങ്ങനെ നമുക്കൊരു ആരോ നമ്മളെ ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നു എന്നൊരു തോന്നലുണ്ട്. സാർ, ഇദ്ദേഹത്തിന്റെ വൈഭവം എന്നു മുതലാണ് പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത്? ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈഭവം ആക്ച്വലി പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു മാർച്ചിന് ശേഷമാണ്. ഇദ്ദേഹത്തിൻ്റെ 1 വർഷത്തെ വാർഷികം കഴിഞ്ഞതിന് ശേഷം അബാക് മീഡിയയിലൂടെയാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വൈഭവം പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത്.
അതിനുശേഷം ഇദ്ദേഹം എനിക്കൊന്ന് ഇൻഡ്യൂഷൻസ് തരാറുണ്ട്. ഇപ്പം ആരെങ്കിലും എനിക്ക് ഫോൺ ചെയ്ത് എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുത്തു. അപ്പം കേട്ടറിഞ്ഞ് വരികയും എന്നെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ വിളിച്ച് ഞാൻ ഇവർക്ക് ഓരോ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുത്തു തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ സ്പ്രെഡായി പോയിക്കൊണ്ടിരുന്നത്. അല്ലാതെ നമ്മളൊരു സ്റ്റാറ്റസ് ഇടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ആക്ച്വലി നമ്മൾ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. ഇങ്ങനെ കേട്ടറിഞ്ഞ ആൾക്കാർ വന്ന് ഓരോരുത്തരായിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇവിടെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ഇപ്പം മെയിനായിട്ട് അദ്ദേഹം പറയുന്ന ഈ പരലോകത്തുള്ള കാര്യങ്ങളാണ്. പരലോകത്ത് സ്റ്റക്കായി നിൽക്കുന്ന ആത്മാക്കളെ പറ്റി പറയാറുണ്ട്. കൊച്ചു കുട്ടികളുടെ അസുഖ സംബന്ധമായ കാര്യം ഇദ്ദേഹം പെട്ടെന്ന് അതിനുള്ള മറുപടി തരും. എന്തെങ്കിലും ഒരു കുട്ടിക്ക് പെട്ടെന്നൊരു അസുഖമോ കാര്യങ്ങളോ അല്ലെങ്കിൽ പഠിത്ത സംബന്ധമായി ഉള്ള വിഷയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ദോഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം കണക്റ്റ് ആവുമെങ്കിൽ മാത്രമേ നിങ്ങളിപ്പോൾ ആരെങ്കിലും എന്നെ ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് കണക്റ്റ് ആവണം അപ്പോഴും എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് നിരന്തരം ഒരുപാട് കോൾസ് വരാറുണ്ട്. പക്ഷേ എല്ലാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അറ്റൻഡ് ചെയ്യുമ്പോൾ ഇദ്ദേഹം കണക്റ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. പലരും വിചാരിക്കുന്നത് എന്നെ വിളിക്കും, മിസ് കോൾ കണ്ടിട്ട് ഞാൻ തിരിച്ച് വിളിക്കുന്നില്ല. അതൊരു കാര്യമില്ല. ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അവരായിട്ട് വിളിച്ച് കണക്റ്റായി വന്ന് അദ്ദേഹം എന്നിൽ കണക്റ്റായാൽ മാത്രമേ എനിക്ക് ഈ കാര്യങ്ങൾ ഈ ലോകത്തിനോട് പറയാൻ പറ്റും. അങ്ങനെ ഞാൻ ഒരുപാട് പേർക്ക് ഇപ്പം സൊല്യൂഷൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മ തന്നെയുണ്ട്. അതിലൊരു 100-800 പേരോളം ശിവയോഗീശ്വരൻ എന്നൊരു ഗ്രൂപ്പുണ്ട്. പിന്നെ നമ്മുടെ ഈ ശിവയോഗീശ്വരൻ്റെ കാര്യങ്ങൾ മാത്രം ഇടാനായിട്ട് നമ്മളൊരു ശമ്പാല എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിലും പല കാര്യങ്ങളും നമ്മൾ ഇടാറുണ്ട്. അപ്പം ആ സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞും കുറേ പേര് എന്നെ ഇപ്പോൾ വിളിക്കാറുണ്ട്. എന്നെക്കൊണ്ട് അദ്ദേഹം കണക്റ്റായാൽ എന്തൊക്കെ പറയാൻ പറ്റുമല്ല ഞാൻ നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. സാർ, രാമേശ്വരത്ത് പോയി നാഗദൈവങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഇൻഡ്യൂഷൻ ഉണ്ടായിട്ട് കൊണ്ടുവന്നതാണോ? ഒരു ഭയങ്കര ഒരു സംഭവമാണ്. കാരണം എൻ്റെ ഒരു സുഹൃത്ത് യാദൃച്ഛികമായിട്ട് അദ്ദേഹം ഒരു പുതിയ വണ്ടി എടുത്തു, ഇൻ്റർസെപ്റ്റർ എന്നൊരു വണ്ടി. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ രാമേശ്വരത്ത് പോവുകയാണെന്ന് പറഞ്ഞപ്പം എനിക്ക് പോകാനൊരു ഐഡിയ ഇല്ല. പെട്ടെന്ന് അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു അച്ഛനും പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു എന്തിനാണ് എന്നെ അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിൻ്റെ ശമ്പാല എന്ന് പറഞ്ഞ് നമ്മളവിടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു വീട് കിട്ടുന്നു. അപ്പം അവിടത്തേക്ക് കല്ലിടൽ ചടങ്ങിന് വേണ്ടി നമ്മളവിടെ നിന്ന് കാശി പോയി കല്ലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനുവേണ്ടി വെള്ളത്തിന് വേണ്ടി രാമേശ്വരത്ത് ഒരു 21 കിണറിൻ്റെ വെള്ളമുണ്ടല്ലോ, അതിന് വേണ്ടിയാണ് എന്നെ പറഞ്ഞു വിടുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവിടെ ചെന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഭയങ്കര സർപ്രൈസായിരുന്നു. ഞാൻ അവിടുത്തെ സമുദ്രത്തിൽ എന്നെ ഇദ്ദേഹം കൊണ്ട് കുളിച്ച് ഞാൻ കയറാൻ പോകുന്ന സമയത്ത് ഒരു 5 തല നാഗത്തിൻ്റെ ഒരു വിഗ്രഹം എനിക്ക് കിട്ടി, പാമ്പിൻ്റെ. പക്ഷേ ഞാൻ അതിൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കുമ്പോൾ അതിൻ്റെ ഒരു തല പൊട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനത് അതിൽ തന്നെ ഉപേക്ഷിച്ചു. വീണ്ടും ഒരു 4-5 പ്രാവശ്യം അത് എൻ്റെ കാലിൽ വന്ന് തട്ടി. പക്ഷേ ഞാനത് എടുത്തില്ല, ആ ഒരു വിഗ്രഹത്തിനൊരു തലയില്ലാത്തതുകൊണ്ട്. അതിനുശേഷം ഞാൻ റൂമിൽ വരികയും തിരിച്ച് എന്നോട് പറഞ്ഞു അച്ഛൻ വീണ്ടും പോകുന്നതിന് മുമ്പ് വീണ്ടും കടലിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് ആ ഒരു നാഗത്തിൻ്റെ വിഗ്രഹം ലഭിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇൻഡ്യൂഷൻ പ്രകാരം തന്നെയാണ് എനിക്ക് നാഗവിഗ്രഹം കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് ശമ്പാലയുടെ കൺസ്ട്രക്ഷൻ പൂർത്തിയായതിനു ശേഷം അവിടെ ഒരു ആലും അരശും തമ്മിലൊരു പ്ലേസ് ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് ഇതിനെ സമർപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സാർ, അതുപോലെ ഈ കലിയുഗത്തിൽ എല്ലാവരും പല പ്രശ്നങ്ങളുമായിട്ട് നേറി ജീവിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഒരുറ്റ് സമാധാനത്തിന് വേണ്ടിയിട്ട് സാറിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പ്രത്യേക കാലമോ സമയമോ അതിനെന്തെങ്കിലും ഡയറക്ഷനോ ഉണ്ടോ? ഇന്ന സമയത്തേ വിളിക്കാവൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അതിന് ഇപ്പോൾ ഈ ചോദ്യം ഒരു വാലിഡ് ചോദ്യമാണ്. ഞാനത് തങ്ങൾ ചോദിച്ച നല്ലൊരു ചോദ്യമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയത്. കാരണം ഇപ്പോൾ ഈ ലോകത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പൈസ കളയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. ആരെങ്കിലും ഒരാളെ വിളിച്ച് പെട്ടെന്ന് പറയും നിങ്ങൾക്ക് ഇന്ന ദോഷമുണ്ട്, ഉടനെ പുള്ളി എന്ത് പറഞ്ഞാലും നമ്മൾ 10,000-ഓ 20,000 എത്ര കൊടുക്കാനെന്താ? കാരണം നമുക്ക് നമ്മുടെ വിഷമം മാറണം, അല്ലെങ്കിൽ നമ്മുടെ ദോഷം മാറണം എന്നുള്ളൊരു ടെൻഡൻസിയിലാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് യോഗീശ്വരൻ എന്നോട് വന്ന് പറയുക, അച്ഛാ ഈ ലോകത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമെന്നൊരു ഇൻഡ്യൂഷനോട് കൂടിയാണ് ഞാനിപ്പോൾ ഈ പരിപാടിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ പ്രത്യേക സമയമൊന്നുമില്ല. എന്നെക്കൊണ്ട് ഇവരെപ്പോൾ വിളിച്ചാലും ഇവർ കണക്റ്റ് ആവണം. എൻ്റെ ഫോണുമായിട്ട് കണക്റ്റായി അദ്ദേഹം വന്ന് കണക്റ്റ് ആകുമ്പോൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. തങ്ങൾ ഈ പറഞ്ഞതുപോലെ ഞാനിതിന് വേണ്ടി ഒരു ചാർജോ കാര്യങ്ങളോ ഒന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ ഒരു ദക്ഷിണ പോലും ഞാൻ വാങ്ങിക്കുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യങ്ങൾ അച്ഛൻ പറയുമ്പോൾ ഒരു ദക്ഷിണ പോലും മേടിക്കാൻ പാടില്ല. ഞാനിതുവരെ ആരും ഒരു ദക്ഷിണ പോലും മേടിച്ചിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു ഡോക്ടർ ആവാനാണ് ശ്രമിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അൺഫോർച്യുനേറ്റ്ലി ഡോക്ടർ ആവാൻ കഴിഞ്ഞില്ല. പക്ഷേ ഡോക്ടർ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വേദനകൾ മാറ്റാനുള്ള ഒരു ആളാണ്. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ശരീരവും മനസ്സും, ഒരു മനുഷ്യൻ്റെ ശരീരവും മനസ്സും വേദനകൾ മാറ്റാനായി അതിനൊരു മീഡിയേറ്റർ മാത്രമാണ് ഞാൻ, ഒരു ചാലകമെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെ, അതായത് ജനങ്ങൾ പറ്റിക്കപ്പെടരുത് എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. കാരണം ചുമ്മാ കൊണ്ടുവന്ന് അവരെ ഒരുപാട്, ഞാൻ ആരെയും കുറ്റമായിട്ട് പറയുന്നതല്ല, അത് ഓരോരുത്തരെ പ്രൊഫഷണൽ ആയിരിക്കാം. പക്ഷേ
എന്നിരുന്നാലും നമ്മൾ ഒരാളിനെ പറ്റി പറയുമ്പോൾ ഒരാളിനെ നമ്മൾ ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല. ആരെയും ചൂഷണം ചെയ്യപ്പെടുന്നിടത്താണ് അവരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് എത്തിക്കുക, ലോകത്തിന് പറഞ്ഞു കൊടുക്കുക. ആരെന്നെ വിളിക്കുന്നവർക്ക് സത്യസന്ധമായ കാര്യം പറഞ്ഞു കൊടുക്കുക, സത്യസന്ധതയിലൂടെ അവരെ നയിക്കുക. അല്ലാതെ അനാവശ്യമായിട്ട് അവർ നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത്ര ലക്ഷം രൂപയാവും അല്ലെങ്കിൽ ഇത്ര ആയിരം രൂപയാവും, ആ ഒരു ഇതിൽ നിന്നൊക്കെ മാറ്റാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം എന്നെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സാർ, നമുക്ക് യോഗീശ്വരൻ്റെ റൂം ഒന്ന് കാണാൻ പറ്റുമല്ലോ? തീർച്ചയായിട്ടും അത് എൻ്റെ റൂം മേളിലാണ്. നിങ്ങൾ വന്നാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ റൂമിൽ പോകാം. ഇപ്പോഴും അതേപോലെ നമ്മൾ റൂം വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റും. ശിവയോഗീശ്വരൻ്റെ റൂമിൽ ഒരു ശിവലിംഗം കണ്ടായിരുന്നു സാർ. അത് മാത്രമല്ല, ഒരു യൂട്യൂബിൽ കൂടെ സാർ അത് വെച്ച് നിൽക്കുന്നതും കാണാൻ സാധിച്ചു. ഇതിനെക്കുറിച്ച് സാറിന് മുൻകൂട്ടി എന്തെങ്കിലും ധാരണ ഉണ്ടായിരുന്നിട്ടാണോ അങ്ങനെ ചെയ്തത്? എനിക്ക് തോന്നുന്നു തങ്ങൾ കണ്ടത് നമ്മുടെ ശിവയോഗി ശംബാല എന്നൊരു യൂട്യൂബ് ചാനലിലായിരിക്കും, അദ്ദേഹത്തിൻ്റെ ചാനലാണ്. തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലമായ കല്ലറ കാരേറ്റ് കുറ്റിമൂട് എന്ന സ്ഥലത്ത് ഒരു ബിൽഡിംഗ് പണിയുന്നുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അവിടെ ഇടുന്ന ആദ്യത്തെ തറക്കല്ല് കാശിയിൽ പോയി എടുത്തുകൊണ്ട് വരണമെന്ന് എനിക്കൊരു ഇൻഡ്യൂഷൻ തന്നായിരുന്നു. അപ്പം നമ്മുടെ ഈ ചമ്പാലയ്ക്ക് ഒരു ഗ്രൂപ്പുണ്ട്, ശിവയോഗി ഗ്രൂപ്പുണ്ട്. അതിലുള്ള 17 പേരുമായിട്ട് നമ്മളിവിടെ നിന്ന് പോവുകയും യാദൃശ്ചികമായി ഞാൻ ആ ഗംഗയിൽ മുങ്ങുന്ന സമയത്ത് ആദ്യം എനിക്കൊരു ശിവലിംഗം ലഭിക്കുകയാണ് ഉണ്ടായത്. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആ ശിവലിംഗവുമായിട്ട് കരയിലോട്ട് വരുമ്പോൾ അവിടെ ഒരു ഹിന്ദിക്കാരൻ ഇരുന്നിട്ട് ഇതിനെ കണ്ടുകൊണ്ട് പറയുകയാണ്. ഹിന്ദിയിലാണ് പറഞ്ഞത്, എനിക്ക് ഹിന്ദി അറിയാം. ഈ കൈ പഹാഡോസെ ആയാ ഹുവ എന്ന് വെച്ചാൽ ഏതോ മലയിൽ നിന്നും വന്നതാണിത്. കരോട് കരോട് ആദ്മി ലോഗ് ഇസ് ഗംഗാമേ നാരായ ബഹുത് കുച്ച് ആദ്മിക്കോ ഐസ വല മിൽത്ത. അതായത് ഒരുപാട് കോടികളോളം ആളുകൾ ഈ ഗംഗയിൽ കുളിക്കുന്നെങ്കിലും വളരെയധികം ചുരുക്കം പേർക്ക് മാത്രമേ ശിവലിംഗം കിട്ടാറുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ പെട്ടെന്ന് ഇത് എടുത്തിട്ട് ഞാൻ വിചാരിച്ചു ഇതിന് ഡാമേജ് ഉണ്ടാരെങ്കിലും ഉപേക്ഷിച്ചതാണോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ശിവലിംഗം പെട്ടെന്ന് കിട്ടപ്പോൾ ഒരു പേടി. അപ്പോൾ ഞാനെന്ത് ഇതിനെല്ലാം നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല മാർബിളിൽ നല്ലൊരു സൂപ്പർ. പക്ഷേ അതിനകത്ത് കുറേ ക്ലാവ് പിടിച്ചു, മറ്റേ ചെളി പിടിച്ചു, മറ്റേ ഇത് പിടിച്ചിട്ടുണ്ട്, ഒരു പച്ച കളർ. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് വന്ന് കരയിൽ കൊണ്ടുവച്ചു, ഭക്തിപൂർവ്വം വെച്ചു. അപ്പോഴത്തേക്ക് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം ഒഴിക്കുമ്പോൾ അവിടെ നിന്ന് ഒരാൾ എന്നെ അടുത്ത് പറഞ്ഞ്, ശിവജിക്കോ ഐസി പ്ലാസ്റ്റിക് ബോട്ടിൽ മേ പാനി ഡാലാണ്. അതായത് ശിവന് പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. അദ്ദേഹം തന്നെ എനിക്ക് അവിടെ നിന്നൊരു ഡൊല്ല് കണക്ക്, അതായത് മൊന്ത കണക്കൊരു സാധനം ഭയഭക്തിയോടെ കൊണ്ടുവന്ന് ഞാൻ അതിലാണ് അദ്ദേഹത്തിന് അഭിഷേകം ചെയ്തത്. അഭിഷേകം ചെയ്തതിന് ശേഷം ഞാൻ
സ്വാഭാവികമായിട്ട് നമ്മളൊരു മനുഷ്യരാണല്ലോ. ഞാൻ ശിവയോഗീശ്വരനോട് ചോദിച്ചു, മോനെ ഈ ഇതാണോ നമ്മളിനി തറക്കല്ലായിട്ട് അവിടെ ഇടാൻ പോകുന്നത്, ശിവലിംഗം എങ്ങനെ ഞാൻ അവിടെ കുഴിച്ചിടും എന്നൊരു ആശങ്ക എനിക്കുണ്ടായി. നമുക്ക് അറിവ് വളരെ കുറവാണേ. ഞാൻ പറഞ്ഞല്ലോ ഒരു 4 മാസമേ ആയിട്ടുള്ള ഈ ഒരു ഇതിലോട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞ അച്ഛൻ വീണ്ടും കുളിക്കാൻ പറയും. അങ്ങനെ ഞാൻ ഇറങ്ങി കുളിക്കുമ്പോഴാണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് എനിക്കൊരു കരിങ്കല്ല്, അതേ സൈസിലൊരു കരിങ്കല്ല് എനിക്ക് ആ ഗംഗയിൽ നിന്നും കിട്ടുകയും ആ ഗംഗയിൽ നിന്നും ഈ ശിവലിംഗവും ഈ കരിങ്കല്ലുമായിട്ട് പിന്നെ ഒരു 5 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ നിറച്ച് ഗംഗാജലവുമായി വന്ന് ആ ശിവലിംഗത്തെ അവിടെ നിന്നും കിട്ടിയ കല്ലാണ് ആദ്യമായി നമ്മുടെ ശംബാലയുടെ ആ ഒരു തറക്കല്ലിടൽ ചടങ്ങിന് ഉപയോഗിച്ചത്. ഈ ഗംഗയുടെ വെള്ളവും രാമേശ്വരത്ത് കൊണ്ടുവന്ന വെള്ളവും ഇട്ട് സിമൻറ്റ് കുഴച്ച് ആ കല്ലാണ് നമുക്ക് ഇടുന്നത്. ആ ഒരു നിയോഗത്തിന് വേണ്ടി അദ്ദേഹം എന്നെ പറഞ്ഞു വിട്ടതായിരുന്നു ഈ ആക്ച്വലി എന്നെ ഈ കാശിയിലേക്കുള്ള യാത്രയ്ക്ക്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു കല്ല് കിട്ടുകയും നമ്മൾ അതിനവിടെ കൊണ്ട് വെക്കുകയും ചെയ്തു. ആ ശിവലിംഗമാണ് നിങ്ങൾ അതിൻ്റെ റൂമിൽ പോകും കണ്ടത്. ശംബാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എങ്ങനെ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും? ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഈ പ്രേക്ഷകർക്കൊരു ഡൗട്ട് വരും, ഈ ശംബാല എന്നുള്ള പേര് എങ്ങനെ വന്നു? ഒരു നോർമലായിട്ടുള്ള കാര്യമല്ല. അപ്പം ശംബാല എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലമാണ്. ഇദ്ദേഹത്തിൻ്റെ ശരീരം വിട്ടു പോയ സമയത്ത് ആ ശരീരം കൊണ്ടുവന്ന് നമ്മൾ ഭൗതികമായി സമാധിയായി വെച്ചിരുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ശംബാല. ഈ ശംബാല എന്നുള്ള പേര് നിശ്ചയിച്ചതും ഇദ്ദേഹം തന്നെയാണ്. ഒരു ദിവസം രാവിലെ ഞാൻ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം എന്നെയും കൊണ്ട് ഈ ശംബാല കാണിക്കാനായി കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നെ കൊണ്ടുപോയി അവിടെ ഒരു ഭയങ്കര പ്രകാശപൂരിതമായ ഒരു സ്ഥലമായിരുന്നത്. അവിടെ തന്നെ ഇദ്ദേഹം കൊണ്ടുപോവുകയും അവിടെ ഒരുപാട് മുനിവര്യന്മാരിരുന്ന് ജപിക്കുകയും ഇവിടെ നിന്നും ഭൂമിയിൽ നിന്നും പോയ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് കാണാൻ പറ്റാതെ എൻ്റെ കണ്ണെല്ലാം ഒരു വേദന വന്നപ്പോൾ ഇദ്ദേഹം പതുക്കെ ഞാൻ പറഞ്ഞു, മോനെ എൻ്റെ കണ്ണ് വേദനിക്കട്ടാന്ന് പറഞ്ഞപ്പോൾ പതുക്കെ എൻ്റെ കയ്യിൽ ഇങ്ങനെ അമർത്തുകയും തുടർന്ന് ഞാൻ അവിടെ കാണുന്ന ഒരു ഭയങ്കര, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭയങ്കര പോസിറ്റീവ്നെസ് ഉള്ളൊരു സ്ഥലമായിരുന്നത്. ഈ മഞ്ഞല്ല ആക്ച്വലി അത് വീഴുന്നത്, എന്തോ ഒരു സാധനം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതാണ് വെച്ചാൽ ശംബാല എന്ന്. അങ്ങനെയാണ് ഈ പേര് നമ്മൾ ആ സമാധി സ്ഥലത്തിന് കൊടുത്തത്. അദ്ദേഹം വന്നു. ഏതാണ് ഞാൻ പറഞ്ഞ ഫ്രിഡ്ജിൽ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഫ്രിഡ്ജിൽ വന്നിട്ടുണ്ട്. ഏതാണ് അദ്ദേഹം ഫ്രിഡ്ജിൽ വരും ഇൻഡ്യൂഷൻ പോയി. അത് കാണാൻ പറ്റില്ല. അത് നിങ്ങൾ കണ്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു വീഡിയോ എടുക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരിക്കുക. അതായത് വൈബ്രേഷനായി കാണുമല്ലോ. അങ്ങനെയാണ് അതിൻ്റെ ആ വരവ് അത്രയ്ക്ക് ഇത് അറിയിക്കും. സാർ, നമ്മുടെ ശംബാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? കറക്റ്റായിട്ട് ഒന്ന് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരാമോ? ഇതിപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഇത് ശ്രീകാര്യം ചെറുവക്കൽ എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ നിന്ന് കറക്റ്റ് 32 കിലോമീറ്റർ ഉണ്ട്. അതായത് നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ശ്രീകാര്യം കഴിഞ്ഞ് നേരെ ചെമ്പഴന്തി, പോത്തങ്കോട്, അതുവഴി നേരെ നമ്മൾ വെഞ്ഞാറമൂട് കഴിഞ്ഞ് കാര്യായിട്ട് ജംഗ്ഷൻ ഇന്ന് റൈറ്റ് കയറി പോകുന്ന സ്ഥലം കല്ലറ പോകുന്ന വഴിയാണ്. അവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുറ്റിമൂട് എന്ന സ്ഥലമുണ്ട്. കുറ്റിമൂട് LP സ്കൂൾ ഫേമസ് ആണ്. ആ LP സ്കൂൾ കഴിഞ്ഞിട്ട് ലെഫ്റ്റിലോട്ട് ചെറിയൊരു നടവഴിയുണ്ട്. അതിനോട്ട് അകത്തോട്ട് കയറി പോകുന്നതിൻ്റെ അവിടെയാണ് ഈ ശംബാല സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 32 കിലോമീറ്റർ. കല്ലറ കാര്യമായിട്ട് കുറ്റിമൂട് കറക്റ്റായിട്ട് പറഞ്ഞാൽ. ഇപ്പോൾ ബസ്സിൽ വരുന്നവരാണെങ്കിൽ അവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് കല്ലറ ബസ്സിൽ കയറി കഴിഞ്ഞാൽ കുറ്റിമൂട് ഇറങ്ങിയാൽ മതി. ഡയറക്റ്റായിട്ട് അവർക്ക് കിട്ടും. ഇല്ലാത്തവർ വെഞ്ഞാറമൂട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എപ്പോഴും കല്ലറ ബസ്സുണ്ട്. കല്ലറ ബസ്സിൽ കയറിയിട്ട് കാര്യമായിട്ട് ഇറങ്ങിയാൽ മതി. കല്ലറ ബസ് കയറിയിട്ട് കുറ്റിമൂട് ഇറങ്ങണം. കല്ലറ ബസ്സിൽ കയറിയിട്ട് കുറ്റിമൂട് എന്നുള്ള സ്ഥലത്ത് ഇറങ്ങിയാൽ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. സാർ, ഞങ്ങളുടെ മീഡിയ ട്രൂ എന്ന ചാനലിന് സാധാരണ പ്രേക്ഷകരാണുള്ളത്. അവർക്കറിയാൻ വേണ്ടി യോഗീശ്വരനെ കോൺടാക്ട് ചെയ്യാൻ, സുനിൽ സാറിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. കാരണം പാവപ്പെട്ട, അതായത് ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെ കൊണ്ട് എത്രത്തോളം അവരുടെ ദുരിതങ്ങളും വിഷമങ്ങളും എല്ലാം മാറ്റാൻ വേണ്ടിയാണ് എന്നെ നിയോഗിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് സ്ട്രക്കായി നിൽക്കുന്ന ആത്മാക്കളെ പറ്റി പെട്ടെന്ന് അദ്ദേഹം ക്വസ്റ്റ്യൻ തരും. ആരെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എൻ്റെ ഫോൺ നമ്പർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. അങ്ങനെ വിളിക്കുന്നതിന് പ്രത്യേക സമയമൊന്നുമില്ല. പക്ഷേ ഞാൻ കണക്റ്റ് ആവണം. എനിക്കതേ പറയാനുള്ളത്. നിങ്ങൾ വിളിച്ച് കണ്ടിട്ടാണ്, ഞാൻ അങ്ങോട്ട് വിളിക്കത്തില്ല. കാരണം മിസ് കോൾ കണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചാലും നമ്മൾ നോർമലായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അദ്ദേഹവുമായിട്ട് കണക്ഷൻ കിട്ടിയാൽ എനിക്ക് നിങ്ങളുടെ കാര്യം പറയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ വിളിച്ച് കണക്റ്റ് ആയുള്ള നമ്പറാണ് എൻ്റെത് 7012768968. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, 7012768968. എപ്പോൾ വേണോ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾ കണക്റ്റ് ആയി കഴിഞ്ഞാൽ അധികം കണക്റ്റ് ആകുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം എന്നെക്കൊണ്ട് പറയാൻ സാധിക്കും. ഇതുവരെയും എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. എനിക്ക് ഒരു ദിവസം കുറഞ്ഞതൊരു 10-50 കോൾസ് വരാറുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ആൻസർ ചെയ്യാറുണ്ട്. ഇതുവരെയും ഞാനൊരു 1000 പേർക്കെങ്കിലും സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാനും ഈ യോഗീശ്വരൻ്റെ ഇതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റിയിട്ടുമുണ്ട്. അതിലെല്ലാം ഏറെക്കുറെ സക്സസ് വേണം. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ഗ്രൂപ്പുണ്ട്. അതിലൊരു 800 പേരോളം അതിലിപ്പോഴും നിൽക്കുന്നത്. സാർ ഇന്ന് ശംബാലയിൽ അറിഞ്ഞായിരുന്നു. സാർ ഒന്ന് പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളിപ്പം
ശമ്പലയിലേക്ക് പോയി ഇറക്കുമ്പോഴാണ് നിങ്ങൾ വന്നത്. നമുക്ക് എല്ലാവരും കൂടെ തന്നെ ഒരുമിച്ച് പോകും. നിങ്ങളും വന്നോളൂ, നമുക്ക് ഒരുമിച്ച് പോയി. ഇന്ന് അവിടെ ചെറിയൊരു ചടങ്ങുണ്ട്. കാരണം അവിടുത്തെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ശമ്പല കിട്ടുന്നതിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ശ്രീ രവിശങ്കർ സാറിൻ്റെ ഒരു പ്രശസ്തനായ ഒരു ശിഷ്യനാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത് അവിടുത്തെ. അപ്പോൾ അദ്ദേഹം ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സാബു സാറ്. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഇന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ അദ്ദേഹം മറ്റേ കുട്ടിയടിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ വന്ന് നമുക്ക് എല്ലാവരും കൂടെ ചേർന്നിപ്പം അങ്ങോട്ട് തന്നെ പോകാം, അത് കല്ലറയിലോട്ട് പോവാം. ഓക്കെ, പോവാം. നമ്മളിപ്പോൾ പോണതേ മഹാനായ ശിവയോഗീശ്വരൻ, അതായത് എൻ്റെ മകനായ ശിവയോഗീശ്വരൻ്റെ സമാധി സ്ഥലമായ കല്ലറ കാരേറ്റ് കുറ്റിമൂട് എന്ന സ്ഥലത്താണ്. നമ്മളിവിടെ ശ്രീകാര്യത്ത് നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം ദൂരമുണ്ട്. നമ്മളിവിടെ നിന്ന് പോകുമ്പോഴേ നേരെ ചെമ്പഴന്തി നേരെ പോത്തങ്കോട് നേരെ വെഞ്ഞാറമൂട് നേരെ വാമനാപുരം കഴിഞ്ഞ് കാരേറ്റ് കഴിഞ്ഞ് നേരെ അകത്തോട്ട് കയറി പോകുന്ന സ്ഥലമാണ് ഈ കുറ്റിമൂടെന്ന് പറയുന്നത്. ഞാൻ മെയിനായിട്ട് പറയാൻ പറയും, ഞാനിപ്പോൾ ഈ ഓട്ടിക്കുന്ന വണ്ടി യോഗീശ്വരൻ്റെ വണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ നമ്മളിവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ്. അദ്ദേഹം ഈ വണ്ടിയെ ഓമനക്കുട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. പല അവസരങ്ങളിലും ഈ വണ്ടി ഞാൻ ഓട്ടിക്കുമ്പോൾ ഞാനല്ല ഇത് ഓട്ടിക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അറിയാൻ പറ്റുമായിരുന്നു. എനിക്കറിയാം ഞാനല്ല ഈ വണ്ടി ഓട്ടിക്കുന്നതെന്ന്. അതിനുള്ള കാരണം എന്നെ കൺട്രോൾ ചെയ്യുന്നത് അദ്ദേഹമാണ്. ഞാൻ ഒന്നും അറിയണം, ഞാൻ കയറി ഈ സീറ്റിലിരുന്നാൽ മതി, ബാക്കി എല്ലാം അദ്ദേഹം ചെയ്തോളൂ. ഞാനൊരു പെർഫെക്റ്റ് ഡ്രൈവറേ അല്ലായിരുന്നു. ഞാനൊരു നോർമൽ വളരെ കഷ്ടത്തോടെ, എനിക്ക് വണ്ടി ഓടിക്കുന്ന ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ യാദൃച്ഛികമായിട്ടാണെങ്കിലും യോഗീശ്വരൻ ഈ ഭൂമിയിൽ നിന്നും പോയതിന് ശേഷം പിന്നെ എൻ്റെ വണ്ടി ഓട്ടിപ്പോൾ പെർഫെക്റ്റായി. ഞാൻ ചുമ്മാ കയറി ഇരുന്നാൽ മതി, ബാക്കി എല്ലാം അദ്ദേഹം നോക്കിക്കോളൂ. എപ്പോൾ സ്പീഡ് കൂട്ടണം, എപ്പോൾ സ്പീഡ് കുറയ്ക്കണം, എങ്ങനെ പോകണം, എല്ലാം അദ്ദേഹമാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വണ്ടിക്കും ഒരു ആത്മബന്ധം ആ മഹാനായ ശിവയോഗീശ്വരനുമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ കല്ലറ കാരേറ്റ് അദ്ദേഹത്തിൻ്റെ സമാധിയിലോട്ട് പോവുകയാണ് കേട്ടോ.
ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഃ. ഇത് മഹാനായ ശിവയോഗീശ്വരൻ എന്നറിയപ്പെടുന്ന സൂരജ് കൃഷ്ണ എന്ന് പറയുന്ന ആ മഹാനായ ശിവയോഗീശ്വരൻ്റെ സമാധി സ്ഥലമാണിത്. ഇദ്ദേഹം ഭൂമിയിൽ 20 വയസ്സും 2 മാസവും 12 ദിവസവും 11 ദിവസവും ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ശരീരം ഈ ഭൂമി വിട്ടു പോകുന്നതിന് കുറച്ച് നാൾ മുമ്പ് തന്നെ ഇദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു. തികഞ്ഞ ഒരു സാത്വികനായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. എൻ്റെ മകനാണ് ഇദ്ദേഹം. അപ്രതീക്ഷിതമായി ഇദ്ദേഹം കാവടി എടുക്കണമെന്ന് നിർബന്ധം പിടിച്ച് അഗ്നി കാവടിക്ക് പേര് കൊടുക്കുകയും എൻ്റെ ബലമായ നിർബന്ധപ്രകാരമാണ് അദ്ദേഹത്തിന് അതിൽ നിന്ന് മാറ്റുകയും അതിനുശേഷം ഇദ്ദേഹം ശ്രീകണ്ഠേശ്വരം എന്ന് പറയുന്ന ക്ഷേത്രം, ശിവക്ഷേത്രം, തിരുവനന്തപുരത്ത് എല്ലാ പേർക്കും അറിയാം. അവിടെ 65 ദിവസം തുടർച്ചയായി ഒരു ദിവസം പോലും മുടങ്ങാതെ പോയി രാവിലെ നിർമാല്യം തൊഴുതു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം പോകാനുള്ള സമയം, ഈ ഭൂമിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശരീരം വെടിയാനുള്ള സമയമായെന്ന് അദ്ദേഹത്തിന് ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോഴാണ് നമ്മൾക്ക് മാതാപിതാക്കൾക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം എല്ലാം പ്രീ പ്ലാനിങ്ങിലായിരുന്നു. നമ്മളെല്ലാം വിചാരിക്കുന്നതിനും അതീതമായി ഇവർക്കെല്ലാം ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അന്നൊന്നും എനിക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു. എന്തായാലും അതൊരു വലിയ സംഭവമായി എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഞാനെല്ലാം പ്രതീക്ഷിക്കുന്നതിനും അതീതമായി അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ, ഞാൻ ഈ പറയുന്ന അദ്ദേഹം ഈ ഭൂമി വിട്ട് പോകുന്ന കാലഘട്ടത്തിന് വളരെ സാധ്യതയുണ്ട്. വെജിറ്റേറിയനായി മീനോ മുട്ടയോ മാംസങ്ങളൊന്നും കഴിക്കാതായി. എത്ര നിർബന്ധിച്ചിട്ടും കഴിക്കാതിരുന്നു. പിന്നെ നിരന്തരം അദ്ദേഹം നീറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നിട്ട് പോലും രാവിലെ 3 മണിക്ക്, ആ ഒരു പ്രായത്തിലൊരു കുട്ടി 3 മണിക്ക് കഴിച്ച് ശ്രീകണ്ഠേശ്വരത്ത് എത്തണമെങ്കിൽ, എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് എങ്ങനെയാണെന്നൊരു 5-5.5 കിലോമീറ്റർ ഉണ്ട് ഈ ശ്രീകണ്ഠേശ്വരം എന്ന് പറയുന്നത്. അവിടെ എത്തിച്ചേരണമെങ്കിൽ എത്ര മണിക്ക് അദ്ദേഹം എഴുക്കണമെന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ അദ്ദേഹം അതിലോട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ റൂമിൽ വീണ് കിടക്കുന്നതാണ് എൻ്റെ വൈഫ് കാണുന്നത്. നമ്മൾ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അദ്ദേഹം ഈ ലോകത്തോട് വെടിഞ്ഞു എന്ന് പറയും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മഹാനായ വ്യക്തികളുടെ എല്ലാം അവരുടെ ആത്മാവ്, നമ്മുടെ ശരീരം കുടികൊള്ളുന്ന ഒരു ആത്മാവിനുള്ളിലാണ്. ആ ആത്മാവ് ഒരു ചൈതന്യമെന്നോ ആത്മാവെന്നോ പവറെന്നോ എനർജിയെന്നോ നമുക്കതിനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. അത് നമ്മുടെ ശരീരത്തിൽ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം എന്ന് പറയുന്ന സാധനം ഒന്നുമല്ല. അപ്പോൾ അദ്ദേഹം തന്നെ എൻ്റെ അടുത്ത് പറയുന്നത് ശരീരം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ വെറും ഒരു വസ്ത്രം മാത്രമാണ്. നമ്മുടെ ആ വസ്ത്രം ഊരി മാറ്റിയാൽ മീൻസ് നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് പോയി കഴിഞ്ഞാൽ ഇത് വെറും ഒരു വസ്ത്രം തന്നെയാണ്, പിന്നെ അതിനൊന്നിനും കൊള്ളത്തില്ല. ആ ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മാവ് വെളിയിൽ പോയിരുന്ന സഹസ്രാര പത്മത്തിൽ കൂടെയാണ്. സഹസ്രാര പത്മം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് സഹസ്രാരം. ആരുടെ ആത്മാവാണോ സഹസ്രാരത്തിൽ കൂടി വെളിയിൽ പോകുന്നത്, അത് വളരെ വളരെ ഉയർന്ന തലങ്ങളിൽ എത്താവുന്ന ആത്മാക്കൾക്ക് മാത്രമേ സഹസ്രാര പത്മത്തിൽ കൂടെ വെളിയിലോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എനിക്ക് ഇപ്പോൾ ഇൻഡ്യൂഷൻസ് തരാറുണ്ട് പല. അപ്പോൾ അതിൽ നിന്നുമാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. അല്ലാതെ എനിക്ക് ഈ സ്പിരിച്വാലിറ്റിയെ പറ്റിയോ ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു പട്ടാളക്കാരനായിരുന്നു, ആ രീതിയിൽ ലൈഫ്. ഇപ്പോൾ അദ്ദേഹമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നമ്മുടെ സഹസ്രാര പത്മത്തിൽ കൂടെ ആരാ ആത്മാവാണോ പുറത്തേക്ക് പോകുന്നത് അവരുടെ ആത്മാവ് തീർച്ചയായിട്ടും ഒരു ഉയർന്ന തലത്തിൽ, നമ്മുടെ പരലോകത്ത് നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് തലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന അവസ്ഥയും അനുസരിച്ചിരിക്കും നമ്മൾ ഏത് തലത്തിലാണോ ചെന്ന് എത്തിപ്പെടേണ്ടതെന്ന്. അപ്പോൾ അദ്ദേഹം എത്തിപ്പെട്ടത് യാദൃച്ഛികമായിട്ടാണെങ്കിൽ പോലും ഒരു ഉയർന്ന തലത്തിലായിരുന്നു. ഇദ്ദേഹത്തിന് പിന്നെ നിയോഗിക്കപ്പെട്ടത് ഈ ലോകത്തുള്ള ജനങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും, കാരണം ആക്ച്വലി ഇദ്ദേഹം ഭൂമിയിൽ ഇരുന്നപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ വേയിൽ കൂടെ. കാരണം ഞാനിദ്ദേഹത്തെ വേറൊരു ലെവലിലോട്ടാണ് പഠിക്കാൻ വിടാൻ ശ്രമിച്ചെങ്കിലും ഇദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത ഒരു വഴിയാണ്. ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഡോക്ടർ എന്നുള്ള ഒരു വഴി. ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ ആ ഡോക്ടറിൻ്റെ കടമയും ഇത് തന്നെയല്ലേ, മനുഷ്യ ശരീരത്തിൻ്റെ ദുഃഖങ്ങളും മനുഷ്യ ശരീരത്തിൻ്റെ വേദനകൾ മാറ്റുകയും അതിലൂടെ നമ്മുടെ ദുഃഖം, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദുഃഖത്തിനെ വെളിയിലോട്ട് വിടുക എന്നുള്ളതാണല്ലോ ഒരു ഡോക്ടറിൻ്റെ കടമ. അതുതന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ പ്രപഞ്ചത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അദ്ദേഹം ഫോണിലൂടെ എന്നെ വിളിക്കുന്നവർക്ക് മാറ്റിക്കൊടുത്ത് ഒരുപാട് പേരുടെ അസുഖങ്ങൾ മാറ്റിക്കൊടുക്കുന്നു, ഒരുപാട് പേരുടെ മരണപ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിന് വേണ്ടി അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഇവരെല്ലാം നമ്മളാരും യൂട്യൂബിൽ പരസ്യം കൊടുത്തിട്ടോ സ്റ്റാറ്റസ് ഇട്ടോ ഇവരെല്ലാം അറിഞ്ഞ് ഇവരുടെ എക്സ്പീരിയൻസോട് കൂടി വന്നവരാണ്. ഇന്നിവിടെ ആൾ കുറവാണ്. സാധാരണ രീതിയിൽ വർക്കിൻ്റെ അല്ലാത്ത ദിവസങ്ങളിൽ കുറഞ്ഞതൊരു 10-40 പേര് ഇവിടെ കാണും. ഇദ്ദേഹത്തിനെ വിശ്വസിച്ച് വരുന്നവരാണ്. ആരും നമ്മൾ വിളിച്ച് കൂട്ടിയവരല്ല, പൈസ കൊടുത്ത് വരാൻ പറഞ്ഞവരല്ല. ഇതിലെല്ലാം നല്ല നല്ല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ആരെയും നമ്മൾ വിളിച്ചിട്ടില്ല. യാദൃശ്ചികമായിട്ട് 2-3 യൂട്യൂബ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അല്ലാതെ നമ്മൾ ആരെയും പോയി വിളിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഈ സമാധിയിലെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ
ഞാനൊരു ഹിന്ദു ആചാരപ്രകാരം ജീവിച്ച മനുഷ്യനാണ്. ഞാൻ ജാതി പറയുന്നതല്ല, ഞാൻ ആ ഒരു കാര്യം പറഞ്ഞാൽ മാത്രമേ ഇതിലോട്ട് വരാൻ പറ്റൂ. ഇവിടെ ജാതി മത ഭേദം ഒന്നുമില്ല, ആർക്ക് വേണോ ഇവിടെ വരാൻ പ്രാർത്ഥിക്കാം, അതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്നാലും ഞാൻ ആ ഒരു ഹിന്ദു എന്ന് പറയാനുള്ള കാര്യം അത് പറഞ്ഞാലേ ഇതിന് പൂർണ്ണത വരത്തുള്ളൂ. നമ്മുടെ ഹിന്ദുക്കളുടെ ആചാരപ്രകാരം നമ്മളുടെ ശരീരം, നമ്മുടെ എനർജി ഈ ഭൂമി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ദഹിപ്പിക്കണമെന്നൊരു ഇതുണ്ട്. കാരണം അപ്പോഴേ നമ്മുടെ നട്ടലിനുള്ള കുണ്ടലിനി പൊട്ടിയിട്ട് അതിൽ നിന്നും നമ്മുടെ ഉപബോധ മനസ്സ് ഇരിക്കുന്ന കുണ്ടലിനിയിലാണ്, അത് മുകളിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആത്മാവിന് മോക്ഷം കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു ഐതിഹ്യം നമ്മുടെ ഹിന്ദുക്കൾക്കിടയിൽ നിലനിൽക്കുന്നു. ഇതും അദ്ദേഹം പറഞ്ഞു തന്ന ഒരു അറിവാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞാനും എൻ്റെ വൈഫും കൂടെ എൻ്റെ അടുത്താണ് ആദ്യം ഇൻഡ്യൂഷൻ തന്നത്, എന്നെ കത്തിക്കരുത്, എന്നെ അടക്കണമെന്ന്. നമ്മൾ താമസിക്കുന്ന ശ്രീകാര്യം ചെറുവയ്ക്കലാണ്, അവിടെ കോർപ്പറേഷൻ ഏരിയയാണ്. നമുക്കവിടെ ഒരു നിവൃത്തിയുമില്ല അടക്കാൻ, അവിടെ 4 സെൻറ്റ് സ്ഥലത്തിൽ പറ്റത്തില്ല. അങ്ങനെയാണ് നമ്മളിവിടെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അദ്ദേഹം നമ്മളിവിടെ കൊണ്ടുവന്നു. അദ്ദേഹത്തിനെ ഇവിടെ നമ്മൾ സമാധിയാക്കിയിട്ട് എങ്ങനെയാണോ നമ്മൾ അദ്ദേഹത്തിനെ ഇവിടെ സമാധിയിലാക്കിയിട്ട് പോയത്, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ശരീരം അതുപോലെ തന്നെ ഈ സമാധി സ്ഥലത്തിനുള്ളിൽ ഇരിക്കുന്നു എന്നാണ് അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞത്. എങ്ങനെയാണോ നമ്മളിവിടെ കിടത്തിയിട്ട് പോയത് അതുപോലെ. ഇവിടെ ഒരു വനദുർഗ സങ്കല്പമാണ്. അദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത് ഒരു വനദുർഗ ഇവിടെ ഉണ്ടായിരുന്നെന്നും അദ്ദേഹം ശരീരം വിട്ട് അദ്ദേഹത്തിൻ്റെ എനർജി ഇവിടെ നിൽക്കുന്ന സമയത്ത് ആ വനദുർഗയുമായി കമ്മ്യൂണിക്കേറ്റ് ആയിട്ട് ആ വനദുർഗ അദ്ദേഹത്തിന് നല്ല ഗൈഡൻസ് നൽകുകയും ഇപ്പോഴും ഈ വനദുർഗയാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരം ഇവിടെ പരിപാലനമായി സൂക്ഷിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു പ്രശ്നവും വരാതെ ഈ കാണുന്ന സ്ഥലം, ഇതൊരു കാട് ഏരിയയാണ്, പന്നിയും എല്ലാം ഉള്ള ഏരിയ. നമ്മൾ ഒരു പ്രാവശ്യം പോലും ഇവിടെ വരുമ്പോൾ ഒരു പട്ടി ഇതിനകത്ത് കയറി കിടക്കുന്നതോ അല്ലെങ്കിൽ ഇവിടെ എല്ലാം അലങ്കോലമായി കിടക്കുന്ന നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. ഇവിടെ നട്ട ഒരു ചെടികൾ പോലും ഒരു ചെടി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അത്രയും അദ്ദേഹത്തിൻ്റെ വൈഭവം അല്ലെങ്കിൽ ഈ വനദുർഗയുടെ വൈഭവം ഇവിടെ ഉണ്ട് എന്നതാണ് സത്യസന്ധമായ ഒരു കാര്യം. അല്ലെങ്കിൽ ഒരിക്കലും ഈ കാട്ടുപ്രദേശത്ത് അല്ലെങ്കിൽ ഇത്രയും ഒരു ഷെൽട്ടറുള്ളടുത്ത് പട്ടി ഉറപ്പായിട്ട് വന്ന് കിടക്കും, അതിനറിയത്തില്ല. അവരെ പോലും ഈ ഏരിയയിൽ അവരെ അർപ്പിക്കത്തില്ല. ഒരു നോൺ വെജ് ഇവിടെ അടുപ്പിക്കത്തില്ല. നെഗറ്റീവ് എനർജി എന്ന് തോന്നുന്ന ഒരാൾക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല. എത്രയോ മാസങ്ങൾ കൊണ്ട് ഇവിടെ വരാൻ വേണ്ടി പ്രയത്നിക്കുന്നു, വരാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം വിചാരിക്കണം ഇവിടെ വരണമെങ്കിലും വീട്ടിൽ വരണമെങ്കിലും അദ്ദേഹം വിചാരിക്കണം. അത്ര പവിത്രമായ ഒരു സ്ഥലമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ശംബാല എന്ന് പറയുന്ന ഈ സ്ഥലം. അത്രയും പവിത്രമെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് അറിയാൻ പറ്റും. ഇവിടെ വന്നിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഭാരം, ദുഃഖം, വിഷമങ്ങളെല്ലാം നമ്മൾ പോലും അറിയാതെ പൂർണ്ണമായിട്ട് അലിഞ്ഞു പോകണം. അവിടെ നിന്ന് വരുമ്പോഴുണ്ടാവുന്ന ഒരു ഫീലിംഗ് ആയിരിക്കത്തില്ല നമ്മൾ തിരിച്ചു പോകുന്നത്. അത് നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. എന്തായാലും നിങ്ങളെല്ലാം ഇവിടെ വന്നതിലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അത് നല്ലപോലെ പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന് വേണ്ടി 108 നാമാവലി നമ്മുടെ ഗ്രൂപ്പ് അംഗമായ വിനോദ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഉണ്ടാക്കിയത്. അതും അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് ചെയ്തത്. 108 നാമാവലിയാണ് ഇപ്പോൾ നിങ്ങൾ കുറച്ച് മുമ്പ് ഇവിടെ വായിക്കുന്നത് കേട്ടത്. അങ്ങനെ പല പ്രഭാവങ്ങളും അദ്ദേഹത്തിനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. അദ്ദേഹമാണ് എന്നെ ഈ ലെവലിൽ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനായി എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഃ. എൻ്റെ പേര് സുജിത് സിബി എന്നാണ്. ഞാൻ അഡ്വക്കേറ്റായിട്ട് തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുകയാണ്. എനിക്ക് വളരെയധികം ഒരു ഈശ്വര സാന്നിധ്യമുള്ള ഒരു സന്നിധാനമായിട്ടാണ് എനിക്കിവിടെ തോന്നിയിട്ടുള്ളത്. വളരെയധികം എനർജി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് പ്രദാനം ചെയ്തതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ജീവിതത്തിൻ്റെ ഓരോ കർമ്മത്തിലും എൻ്റെ കർമ്മമേഖലയിലും എനിക്ക് പുതിയൊരു പ്രത്യേക എനർജി പ്രദാനം ചെയ്യുന്നതിൽ വളരെ പങ്കുവഹിച്ചിട്ടുള്ള ഒരു ഈശ്വര സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സവിധമായിട്ടാണ് എനിക്ക് ഈ യോഗീശ്വരൻ്റെ സന്നിധാനം എനിക്ക് ബോധ്യപ്പെട്ടത്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുവയ്പ്പിലും എനിക്കൊരു പ്രത്യേക എനർജി പ്രദാനം ചെയ്യുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ആദ്യം വന്നത് തൊട്ട് എൻ്റെ മനസ്സിന് ഒരുപാട് ഉണർവും എൻ്റെ ഓരോ കർമ്മത്തിലും എനിക്കൊരു പ്രത്യേക ഊർജ്ജം പ്രദാനം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. പ്രത്യേക ഒരു പോസിറ്റീവ് വൈബും പ്രത്യേക ഒരു എനർജിയും പ്രദാനം ചെയ്യുന്ന ഒരു ഈശ്വര സന്നിധാനം തന്നെയാണ് ഈ യോഗീശ്വരൻ്റെ സവിധം. അതിന് യാതൊരു സംശയമില്ല. എനിക്കത് അനുഭവവേദ്യമായ കാര്യമാണ്.